കാറ്റത്തെ കിളിക്കുണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് പറയുന്ന ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്നുള്ളൊരു ചിന്ത പോലും രണ്ടുപേർക്കും ഇല്ല. നാട്ടുകാരെന്താ പറയുക, പണ്ടും തല്ലു പിടിച്ചിരുന്നു ഇപ്പോഴും തല്ലു പിടിക്കുന്നു. ഒരു വ്യത്യാസമില്ല. ഒരു പെൺകുട്ടി കയറി വന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലല്ലേ എന്നല്ലേ നാട്ടുകാർ പറയുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒച്ച പുറത്തേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാൻ വല്ല ഹോസ്റ്റലിൽ കൊണ്ടാക്കും. കേട്ടോടുകൂടി നമ്മുടെ സുതീഷ് ഇറങ്ങിപ്പോവും. നിതീഷ് വന്നിട്ട് ഏട്ടത്തിയോട് പറയും, ഏട്ടത്തി സോറി, പെട്ടെന്നുണ്ടായ വിഷമത്തിൽ ഒച്ചയെടുത്താണെന്ന് പറയും. ഏട്ടത്തി സോറി എന്ന് പറയും. അപ്പോൾ നിധി ഒന്നും മൈൻഡ് ചെയ്യില്ല. ഏട്ടത്തി സോറി എന്ന് പറയും. ആ ഓക്കെ ഓക്കെ എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സുതീഷ് ബാറിലിരുന്ന് കുടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ചെല്ലണം. അപ്പോൾ എന്ത് ഓർഡർ ചെയ്യുന്ന പോലും അറിയില്ല. ഞാൻ കുടിക്കൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ ഒരു ബീറ് പറയും. അപ്പോൾ ബീറ് കൊണ്ടുവരുന്നേക്കാൾ മുന്നേ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോഴാണ് ഭാസ്കരൻ വരുന്നത്. എടാ മോനെ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കും. ഇയാളോ? ആ ഇയാളെന്താ ഇവിടെ? അയാൾ പോയേ എന്ന് പറയും. ഇത് വീടല്ല, അത് ബാറാണ്, കാശുള്ളവർക്ക് ആർക്കും ഇവിടെ വന്ന് കള്ളു കുടിക്കാന്ന് പറയും. അപ്പം കൂടുതലുള്ള ആൾ ചോദിക്കും ഭാസ്കരനോട്, ഇത് ആരാന്ന് നോക്കി. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, നീ പോയി അപ്പുറത്തെ കസേരയിൽ ഞാനൊന്ന് ഉപദേശിക്കട്ടെ എന്ന് പറയും. ഇത്തിരി സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടും വന്നു എന്ന് ചോദിക്കും. എടാ സ്വസ്ഥതയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും കുടിക്കേണ്ടി വരും, എന്നും സ്വസ്ഥത ആവശ്യമാവും എന്ന് പറയും. എന്നിട്ട് അയാളൊരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ സുധീഷ് ദേഷ്യം വരും. സുധീഷ് എഴുന്നേറ്റ് പോകും. അപ്പോൾ ബീറും കൊണ്ടുവരുന്ന ആൾ, അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ പോയോ എന്ന് ചോദിക്കും. അപ്പോൾ ആൾ പോയി, ആ കാശ് ഞാൻ തരാം, ഇവിടെ വെച്ചോളാൻ പറയും. അപ്പോൾ കൂട്ടുകാരോട് അറിയും, കുടുംബത്ത് പ്രശ്നം, ചെറിയൊരു വഴക്ക്, അത് തീർക്കാൻ ഇവിടെ വന്ന അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞയച്ചെന്ന് പറയും. എന്ത് ചെയ്യാനും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായി പോയില്ലേ എന്ന് പറയും. അപ്പോഴത്തേനും പിന്നെ കാണിക്കുന്നത് നിധി ഹരീഷിനോട് സംസാരിക്കണേ. ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ തുറന്ന് പറയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഭാഷും അതെ ഹരീഷിനെ വഴക്ക് പറയുന്നുണ്ട്. നീ എപ്പോഴും നിനക്ക് ദേഷ്യം കൂടുതലാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൽ നീ അവനായിട്ട് വഴക്കുണ്ടാക്കും, രണ്ടുപേരും കോഴികളെപ്പോലെ എന്ന് പറയും, കൊത്തു കൂടിക്കൊണ്ടിരിക്കും എന്ന് പറയും. അപ്പോഴത്തേനും സുധീഷ് കയറി വരും. അപ്പോൾ നികേഷ് പറയും, ഈ ഒരു കോഴി വന്നല്ലോ എന്ന് പറയും. വന്ന വഴിക്ക് തന്നെ നമ്മുടെ നികേഷിൻ്റെ വെള്ളം കുപ്പിയിലെ വെള്ളം മുഴുവനും കുടിക്കിന് നിർത്താണ്ട്. ഇങ്ങനെ കുടിക്കല്ല, കിഡ്നി അടിച്ചു പോകും, കുറേശ്ശെ കുറേശ്ശെ കുടിക്കുമെന്ന് പറയും. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല, മുഴുവൻ കുടിച്ചു കഴിയും. എന്നിട്ട് സുധീഷ് ചെന്ന് കഴിഞ്ഞിട്ട് സുഭാഷിൻ്റെ അടുത്ത് എന്താ പറയുക, സുഭാഷ് ഏട്ടാ സോറി, പോലീസിൻ്റെ അടിയും അപമാനവും തെറ്റ് ചെയ്യാണ്ട് പിടിച്ചുകൊണ്ട് പോയതും ഇവിടെ വന്നപ്പോൾ പണം കൂടി പോയപ്പോൾ ആകെ നിയന്ത്രണം വിട്ട്, അതുകൊണ്ടാണ് സോറി എന്ന് പറയും. സുഭാഷ് ഒന്നും മിണ്ടൂല. അപ്പം നിധിയോടും ചെന്ന് പറയും, സോറി നിധി എന്ന് പറയുന്നത്. അതെ, ഈ വീട് ഒരു നരകമാണെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, ഈ വീട് നരകാക്കണമെന്ന് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല സോറി, ഇനി സുഭാഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഇനിയൊരു വഴക്കുണ്ടായാൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവും. എൻ്റെ വീട്ടിൽ സ്വസ്ഥത ഇല്ലാണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇവിടെയും സ്വസ്ഥത ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ എന്നെ കാണില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ഇനി അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാനിനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രിന് സുധീഷ് മരത്തിൻ്റെ തണലിൽ ചെന്നിരിക്കുള്ളൂ. അപ്പോൾ അവിടേക്ക് ഹരീഷ് വരും. ഹരീഷ് വന്ന് ഇരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പിനെ പോലെ നോക്കും. പിന്നെ അത് കഴിയുമ്പോൾ രണ്ടുപേരും ഒന്ന് ചിരിക്കും. 2 മിനിറ്റിനുള്ളിൽ രണ്ടുപേരെ പിണക്കവും മാറും. സോറി എടാ സോറി, ഞാൻ അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞാൽ നിനക്കറിയോ, ഞാനൊരു അത്യാവശ്യം എടുത്ത് വെച്ച പണമായിരുന്നത്, അപ്പോൾ പണവും പോയി അപമാനമായില്ലേ, അപ്പോൾ അതുകൊണ്ടുണ്ടാ, നീ എന്നോട് ക്ഷമിക്കുന്ന പറയും. സാരില്ല ചേട്ടാ, ചേട്ടനും എന്നോട് ക്ഷമിക്കും, ഞാനും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് പറയും. പിന്നെ 2 മിനിറ്റിനുള്ളിൽ രണ്ടുപേരും കൂടി മുഖത്തടിക്കലും തല്ലുകൂടലും ചിരിക്കലും കെട്ടിപ്പിടിക്കലും ഭയങ്കര സ്നേഹം. അപ്പോൾ എടോ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ എന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. ഒരു വണ്ടി വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ്. നല്ലതാണോടാ? ഇല്ല നല്ലതല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് കൊള്ളില്ലാത്തല്ല സെലക്ട് ചെയ്യുള്ളൂ. അപ്പോഴത്തേനും പിണങ്ങിയാ, ശരിയും കാര്യം പറയടാന്ന് പറയാം. കണ്ടീഷനുള്ള വണ്ടിയാണോ എന്ന് പറയും. എടോ ഞാനൊരു വർക്ക്ഷോപ്പുകാരനാണ്, എനിക്കറിയാം കണ്ടീഷനായ വണ്ടി, ഇനി ഞാൻ വണ്ടീനെ കുറിച്ച് ഒന്നും പറയില്ല. എടാ പിണങ്ങല്ലേടാ, നീ പറയുമെന്ന് പറയും. എൻ്റെ മുതലാളിയുടെ കൂട്ടുകാരൻ്റെ മോളുടെ വണ്ടിയിൽ ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോയി 17 കിലോമീറ്റർ ഓടിയിട്ട്, 17,000 കിലോമീറ്റർ അങ്ങനെ എന്തോ പറയണ്ടായി, അത്രയും ഓടിയിട്ടുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അതെ, നല്ലൊരു തുകയാണ് അവർ പറയുന്നത്, സാരില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പറഞ്ഞു കുറയ്ക്കാന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടി ഭയങ്കര കെട്ടിപ്പിടിക്കും. അപ്പം നിധി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് മിറ്റതി അത് ഒഴിക്കാൻ വരികയായിരുന്നു. അപ്പോൾ ആ കാഴ്ച കാണുന്നത്. സുഭാഷ് ഏട്ടാ ഒന്നിങ്ങോട്ട് വന്നേന്ന് പറയും. എന്താ? അങ്ങോട്ട് നോക്കിയേന്ന് പറയും. അപ്പോൾ രണ്ടുപേരും കൂടെ കട്ടിപ്പിടിച്ച് നിൽക്കണം. അപ്പോൾ നികേഷിനും കാണുമ്പോൾ സന്തോഷം, അവരെ കാര്യം അത്രേ ഉള്ളൂ മോളെ, രണ്ടുപേർക്കും 5 മിനിറ്റ് മതി വഴക്കുണ്ടാക്കാനും കെട്ടിപ്പിടിക്കാനും എന്ന് പറയും.
ഉം, എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ സുധീഷ് സ്വപ്നം കാണുന്നു ഇതിങ്ങനെ വണ്ടിമേ വരുന്നൊരു ഭാഗം. അപ്പം തന്നെ ഞെട്ടി എഴുന്നേറ്റ് നമ്മുടെ ഹരീഷിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ ഹരീഷ് എന്ത് ചെയ്താൽ എനിക്കണില്ല. അപ്പോൾ വെള്ളം കൊണ്ടുവന്ന് മുഖത്തൊഴിക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് അല്ല ഹരീഷ് ചാടി എഴുന്നേൽക്കും. താൻ എന്ത് പണിയുണ്ടോ ഈ കാണിച്ചതെന്ന് വെച്ച് വഴക്കുണ്ടാക്കാൻ ചെല്ലുമ്പോൾ വായ പൊത്തോടെ അച്ചിടുക്കല്ലേ നിധി മുറിയിലുണ്ട് വഴക്കുണ്ടാക്കല്ലേ എന്ന് പറയും. നീ വാടാ വായ എങ്ങോട്ട്, എടാ വണ്ടി നോക്കാൻ, ഏത് വണ്ടി, ഇയാൾ എന്തിട്ടേക്ക് പറയുന്നത്, എടാ നീയല്ലേ പറഞ്ഞു ഇന്നലെ നിൻ്റെ ഒരു വണ്ടി ഉണ്ടെന്ന്, അതും കുറച്ച് കഴിയട്ടോ, അവർ എഴുന്നേറ്റിട്ടുണ്ടാവില്ല, നേരം വെളുത്തിട്ടില്ലല്ലോ, താൻ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറയും. നീ എഴുന്നേറ്റ് വാടാ മോനെ, പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് വണ്ടി മേടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് സുധീഷ് പൊക്കി വലിച്ച് ഹരീഷിനെ കൊണ്ടുപോയി സ്വന്തമായിട്ട് പല്ല് തേപ്പിച്ചു വായ കഴിപ്പിച്ചു. ഞാനൊന്ന് കക്കൂസേ പോട്ടെടോ എന്ന് പറയും. കക്കൂസയിൽ പിന്നെ പോവാം, താനൊന്ന് പോടോ, ഞാൻ കക്കൂസേ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹരീഷ് അങ്ങോട്ട് പോകും. ഒരു മിനിറ്റിട്ടും കൂടി ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ സുധീഷ് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. നിധി പോകുമ്പോഴത്തേനും വണ്ടി കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ കാണിക്കുന്നത് നിധി വണ്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നത് കണ്ടീഷൻ വണ്ടിയാണ്, കയ്യോടെ 30,000 രൂപ തന്നാൽ ഇപ്പം തന്നെ വണ്ടി തരാമെന്ന് പറയും. അങ്ങനെ അവരാകെ ഞെട്ടി നിൽക്കുന്നൊരു ഭാഗം കാണിക്കണേ. അതിനുശേഷം നിധി പുറത്തേക്ക് വരുമ്പോൾ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ നിൽക്കുന്നുണ്ട്. വണ്ടീൻ്റെ മൂടിയിട്ടേക്കണ്. ഇതെന്താടാ വണ്ടി മൂടിയേക്കണത്, ഷോറൂമിന് പുതിയ വണ്ടി മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ, അതുപോലെ ചെയ്താണെന്ന് അറിയും. എന്നിട്ട് വണ്ടി കാണിച്ചു കൊടുക്കും. അപ്പം നല്ല വണ്ടി നിധിക്ക് നല്ല സന്തോഷമായിട്ടാണ്. സുധീഷിനോ അല്ല ഹരീഷിനോ നികേഷിനോ മേടിച്ചതാവുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് നിനക്ക് മേടിച്ചാണ് മോളെ എന്ന് പറയും. സുധീഷ് നിനക്ക് മേടിച്ചാണെന്ന് പറയുമ്പോൾ നമ്മുടെ നിധിയുടെ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.